നമുക്ക് ഈ പാനൽസിന് കൊണ്ടുണ്ടാവുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ ഈ കസ്റ്റമർ എങ്ങനെയാണ് ഈ പാനൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? പാനൽസിന് നമുക്ക് വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് പ്രൊഡക്റ്റ് വാറൻറ്റി, എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് വാറൻറ്റി ഫോഴ്സിൽ വരുന്നത്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ഫാക്ടറി സൈഡാണ്, ഉണ്ടെങ്കിൽ അത് വന്ന് റിപ്ലേസ് ചെയ്ത്. പിന്നെ ഉള്ള പെർഫോമൻസ് വാറൻറ്റിക്ക് രണ്ട് സൈഡ്, ഇൻസ്റ്റാളറിൻ്റെ സൈഡ് ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ സൈഡും ക്ലിയർ ആയിരിക്കും. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളർ നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് മൈക്രോ ക്രാക്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സ്ട്രക്ചർ അതുപോലെ ഹാൻഡിൽ ചെയ്ത് പാനൽ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്ത് അതൊന്നും പ്രോപ്പറായില്ലെങ്കിൽ മൈക്രോ ക്രാക്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് നമ്മുടെ വാറൻറ്റീനെ ബാധിക്കും. അതുപോലെ സെക്കൻഡ് വന്ന് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സംഭവമാണ്. അത് ബേസിക്കലി പാനൽ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ പാനൽ ക്ലീൻ അല്ലെങ്കിൽ അവിടെ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. ഇപ്പം സപ്പോസ് ഒരു പക്ഷീൻ്റെ കാഷ്ടോ അല്ലെങ്കിൽ ഇലയോ അല്ലെങ്കിൽ ഡസ്റ്റ് അക്യുമുലേറ്റ് ആവുമോ പൊടി അക്യുമുലേറ്റ് ആവുമോ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ആ ഒരു പോർഷനിൽ മാത്രം ഹീറ്റ് ജനറേറ്റ്. അത് ഭാവിയിൽ പിന്നെ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ പാനലിൻ്റെ സെൽസിൻ്റെ കളറ് മാറും, ചൂട് ജനറേറ്റ് ആയിട്ട് ഈ നീല കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ എന്നുള്ളത് ഒരു ബ്രൗൺ കളറിലോട്ട് മാറും. അതാണ് ഹോട്ട്സ്പോട്ടിൻ്റെ ബിഗിനിങ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിൻ്റനൻസ് സൈഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചെയ്യേണ്ടത് ക്ലീനിങ് ആണ്. ഒരു 3 months കൂടുമ്പോൾ ക്ലീനിങ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ പിന്നെ മഴ ഒരു 3-4 months ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലീനിങ് വലിയ ഇഷ്യൂ ആയിട്ട് വരാനില്ല. എന്നാലും കസ്റ്റമർ ഒരു റെഗുലർ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോട്ട്സ്പോട്ടുകൾ പെർഫോമൻസ് ഡിഗ്രേഡ് ആവുന്ന അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല.